ഈ കമ്പികെട്ടുകാർ ആദ്യമേ കുറേ സ്റ്റിറപ്പുകൾ അങ്ങ് വളച്ചിടുന്ന ഒരു സിസ്റ്റം മാറ്റിയിട്ട് ആവശ്യത്തിനനുസരിച്ച് മാത്രം സ്റ്റിറപ്പുകൾ ഉണ്ടാക്കി സൈറ്റിൽ സൂക്ഷിക്കേണ്ട. അല്ലാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ സ്റ്റിറപ്പുകൾ ഇങ്ങനെ മിക്ക സൈറ്റുകളിലൊക്കെ ഇങ്ങനെ ബൾക്കായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു വേസ്റ്റേജ് ഫാക്ടറായിട്ട് മാറുന്നതായിരിക്കും. ഈ സ്റ്റിറപ്പ് എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പലർക്കും അറിയില്ല. കാര്യം ഇത് നമ്മൾ ഷിയർ കോളത്തിലോ അല്ലെങ്കിൽ ബീമിലുണ്ടാകുന്ന ഷിയർ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റിറപ്പ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നത്. ഈ സ്റ്റിറപ്പ് നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പേസിങ് പലരും യൂണിഫോമായിട്ട് ചെയ്യാറുണ്ട്. ഈ യൂണിഫോമായിട്ട് ചെയ്യുന്നത് എല്ലായിടത്തും ഒരേപോലെ സ്പേസിങ്. ഇപ്പോൾ 15 സെൻറ്റിമീറ്റർ കൊടുക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് 15 സെൻറ്റിമീറ്റർ കൊടുക്കുന്ന ഒരു സിസ്റ്റം. അത് അങ്ങനെയല്ല. അതിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് സപ്പോർട്ടിൻ്റെ അടുത്തേക്ക് എത്തുമ്പം നമ്മൾ സ്റ്റിറപ്പിൻ്റെ അകലം കുറയ്ക്കണം. അതായത് 15 സെൻറ്റിമീറ്ററാണ് നമ്മൾ ബാക്കി ഭാഗത്ത് ഇടുകയാണെങ്കിൽ 10 സെൻറ്റിമീറ്റർ നമ്മൾ ആക്കി മാറ്റണം സപ്പോർട്ട്സിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കും. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഷിയറിൻ്റെ എഫക്റ്റ് വരുന്ന സ്ഥലങ്ങളിലാണ് ഇത് സ്റ്റിറപ്പിൻ്റെ അകലം നമ്മൾ നല്ല രീതിയിൽ കുറഞ്ഞിരിക്കണം എന്നുള്ളത്. ഇത് ഒരു ടെക്നിക്കലി പറഞ്ഞാൽ ഇതിന് ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ പക്ഷേ നമ്മളൊരു ജനറൽ പ്രിൻസിപ്പിളായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്റ്റിറപ്പ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സപ്പോർട്ടിൻ്റെ നിയമം നമ്മളത് അതുപോലെ തന്നെ ചില പർട്ടിക്കുലർ പോയിന്റുകളിൽ ചിലപ്പോൾ നമുക്ക് വീക്കാണെന്ന് തോന്നുന്ന സെക്ഷൻസ് വരുമ്പോൾ അവിടെ നമ്മൾ ഇതേപോലെ അകലം കുറച്ചിടാറുണ്ട്. ഇനി പിന്നെ ഇതിനകത്ത് പറയുന്ന ഒരു ഹുക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിനകത്ത് ഇപ്പം സാധാരണ സ്റ്റാൻഡേർഡ് ഹുക്ക് എന്ന് പറയുന്നത് നമ്മൾ 135 ഡിഗ്രി ഹുക്ക്, ഇപ്പം 90 ഡിഗ്രിയിലാണ് ഈ ഹുക്ക് ഇട്ടിരിക്കുന്നത്. ഇതിപ്പം കോളത്തിന് വേണ്ടിയിട്ട് കെട്ടിയതാണ്. ഇപ്പോൾ ഇത് കോളത്തിന് വേണ്ടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിനെ ബെൻഡ് ചെയ്ത് നമ്മൾ 135 ഡിഗ്രിയിലേക്ക് അതിനെ കൊണ്ടുപോകും. അത് ആ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഹുക്ക് എന്ന് പറയുന്ന ഒരിക്കലും ഈ 90 ഡിഗ്രി ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഹുക്കിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ഓപ്പൺ ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ 135 ഡിഗ്രി എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഇതും ഈ സ്റ്റിറപ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബീമിനൊക്കെ ആണെങ്കിൽ നമുക്ക് ആൾറെഡി ആ ഹുക്ക് ഇട്ടിട്ട് തന്നെ നമുക്ക് സ്റ്റിറപ്പ് ഉണ്ടാക്കും. ഇപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സ്റ്റിറപ്പ് കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റിറപ്പ് എടുത്തിട്ട് കാര്യങ്ങൾ പറയുന്നത്. സ്റ്റിറപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ സ്പേസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിൽ നമ്മളിപ്പോൾ ലീൻ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയും. ഇപ്പോൾ ചില കാര്യങ്ങൾ ആവശ്യമില്ലാതെ ചെയ്തിടുന്ന ഒരു പരിപാടിയുണ്ട്. ഇപ്പോൾ മിക്ക സൈറ്റുകളിലും ചെന്ന് കഴിഞ്ഞാൽ കാണാവുന്നൊരു കാര്യമാണ്, ചുമ്മാ ഇങ്ങനെ സ്റ്റിറപ്പ് വളച്ചിട്ടിരിക്കും. വെറുതെ അത് അവസാനം സ്ക്രാപ്പായിട്ട് പോകുന്നൊരവസ്ഥയിലേക്ക് ഒരുപാട് വേസ്റ്റേജ് ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഈ കമ്പികെട്ടുകാർ ആദ്യമേ കുറേ സ്റ്റിറപ്പുകൾ അങ്ങ് വളച്ചിടുന്ന ഒരു സിസ്റ്റം മാറ്റിയിട്ട് ആവശ്യത്തിനനുസരിച്ച് മാത്രം സ്റ്റിറപ്പുകൾ ഉണ്ടാക്കി സൈറ്റിൽ സൂക്ഷിക്കേണ്ട. അല്ലാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ സ്റ്റിറപ്പുകൾ ഇങ്ങനെ മിക്ക സൈറ്റുകളിലൊക്കെ ഇങ്ങനെ ബൾക്കായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു വേസ്റ്റേജ് ഫാക്ടറായിട്ട് മാറുന്നതായിരിക്കും. ഇതും കൂടെ സ്റ്റിറപ്പിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുക. സ്റ്റിറപ്പ് വെറുതെ വന്ന് വളച്ചിടാൻ നോക്കരുത്. ആവശ്യത്തിന് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത് ആ സമയത്ത് നോക്കിയിട്ട് സ്റ്റിറപ്പ് ബെൻഡ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുക.